ഫയർഫോഴ്സും ചേർന്ന് നിലയ്ക്കൽ ലാൻഡിംഗ് മാറ്റിയതോടെ രാവിലെയാണ് കോൺക്രീറ്റ് ഇട്ട് ഹെലിപ്പാഡ് നിർത്തിയതാണ്. ഈ വണ്ടി കയറുന്ന വിഷയം നിങ്ങൾ ആ സമയത്ത് വിളിച്ചു ഏതാ അത് പെട്ടെന്ന് ക്രമീകരിച്ചോണ്ടായിരിക്കും അറിയത്തില്ല. പെട്ടെന്ന് ക്രമീകരിച്ചോണ്ടായിരിക്കും. ചെറുതായിട്ട് താന്നു പോയി. പെട്ടെന്ന് ക്രമീകരിച്ചല്ലേ റെക്കോർഡ് ചെയ്തോ? വിഷയമുണ്ടല്ലോ. പോയി ഹെലികോപ്റ്റർ അതിൽ അവർ വന്ന അതിവിടെ ഇവിടുത്തേതും ഇന്നലെ ക്രമീകരിച്ചില്ലേ? മൂന്നെണ്ണം ആദ്യം നിരീക്ഷണം വന്നു, അതിനുശേഷം രണ്ടാമത് വന്നു, മൂന്നാമത് ഇവർ ഏറ്റവും അവസാനം നിരീക്ഷണം വന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം രണ്ടെണ്ണം ഒരുമിച്ച് നീക്കാൻ ശ്രമിക്കുന്നു. ഫയർഫോഴ്സും ചേർന്ന് നിലയ്ക്കൽ ലാൻഡിംഗ് മാറ്റിയതോടെ രാവിലെയാണ് കോൺക്രീറ്റ് ഇട്ട് ഹെലിപ്പാഡ് നിർത്തിയതാണ്. ഈ വണ്ടി കയറുന്ന വിഷയം നിങ്ങൾ ആ സമയത്ത് വിളിച്ചു ഏതാ അത് പെട്ടെന്ന് ക്രമീകരിച്ചോണ്ടായിരിക്കും അറിയത്തില്ല. പെട്ടെന്ന് ക്രമീകരിച്ചോണ്ടായിരിക്കും. ചെറുതായിട്ട് താന്നു പോയി. പെട്ടെന്ന് ക്രമീകരിച്ചല്ലേ റെക്കോർഡ് ചെയ്തോ? വിഷയമുണ്ടല്ലോ. പോയി ഹെലികോപ്റ്റർ അതിൽ അവർ വന്ന അതിവിടെ ഇവിടുത്തേതും ഇന്നലെ ക്രമീകരിച്ചില്ലേ? മൂന്നെണ്ണം ആദ്യം നിരീക്ഷണം വന്നു, അതിനുശേഷം രണ്ടാമത് വന്നു, മൂന്നാമത് ഇവർ ഏറ്റവും അവസാനം നിരീക്ഷണം വന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം രണ്ടെണ്ണം ഒരുമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അയ്യപ്പന്റെ മണ്ണിലേക്ക് കാൽ ചവിട്ടും. എന്തായാലും ഹെലികോപ്റ്ററിലൊക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി രാഷ്ട്രപതിയുടെ ആ ഒരു ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഹെലികോപ്റ്ററിൽ പുറത്തേക്ക് ഇറങ്ങും. ബാക്കി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടൻ തന്നെ വാഹനത്തിൽ പമ്പയിലേക്കുള്ള യാത്രയായിരിക്കും. പത്തനംതിട്ടയിൽ നിന്നും പെരുന്നാട് വഴി ഇലവുങ്കൽ വഴി നിലയ്ക്കൽ വഴി പമ്പയിലെത്തി അവിടെ പമ്പയിൽ ബാക്കി ആചാരപരമായിട്ടുള്ള കെട്ടുനിറക്കൽ അടക്കമുള്ള ചടങ്ങുകളുണ്ട്. അത് പൂർത്തീകരിച്ചതിന് ശേഷം ആചാരപൂർവ്വം തന്നെയായിരിക്കും വിശ്വാസപൂർവ്വം തന്നെയായിരിക്കും രാഷ്ട്രപതി ശബരീശ ദർശനത്തിനായിട്ട് സന്നിധാനത്തേക്ക് പോകുന്നുണ്ടാവുക. എന്തായാലും ഭാരതത്തിന്റെ പ്രഥമ പൗര തന്നെ ഈ ശബരീശനെ കാണാൻ അയ്യന്റെ മുന്നിൽ നേരിട്ട് മണിപൂർത്തിയെത്തുക രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രാഷ്ട്രപതി വാഹനത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന പോലെ ശബരീശ ദർശനത്തിനായി ഒരുപാട് തവണ മാറ്റി നിർത്തിയിരുന്നതായിരുന്നു. ഒരുപാട് തവണ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ആ പ്രത്യേക വാഹന വ്യൂഹത്തിലേക്ക് രാഷ്ട്രപതി കയറിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്
കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് ഏറ്റവും പുണ്യമായ അയ്യന്റെ പൂങ്കാവനത്തിലൂടെയുള്ള ഭക്തി നിർഭരമായുള്ള ഒരു യാത്രയാണ്. പമ്പയിലെത്തി ദേഹശുദ്ധി വരുത്തി അതിനുശേഷം പമ്പാ ഗണപതിയെ വണങ്ങിക്കൊണ്ട് പമ്പാ ഗണപതിയുടെ തിരുസന്നിധിയിൽ ഇരുമുടി കേട്ട് നിറച്ചുകൊണ്ട് അയ്യന്റെ പൂങ്കാവനത്തിലൂടെ ശബരീശ സന്നിധിയിലേക്ക് എത്തുന്ന ഒരു സമയത്തേക്കാണ് ഇനി എല്ലാവരും കാത്തു നിൽക്കുന്നത്. ശബരീശന് മുന്നിൽ ഉച്ചപൂജ ദർശിച്ചതിന് ശേഷമായിരിക്കും തിരിച്ചുള്ള ഒരു മടക്കം. ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ശരണം വിളിച്ചുകൊണ്ട് ആയിരങ്ങൾ എത്തുന്ന ആ ഒരു മണ്ണിലേക്ക് തന്നെ, പവിത്രമായ ഒരു മണ്ണിലേക്ക്, കലിയുഗ വരദന്റെ മണ്ണിലേക്ക്, കാനനവാസന്റെ മണ്ണിലേക്ക് രാജ്യത്തിന്റെ രാഷ്ട്രപതി ഇവിടെ നിന്നും പത്തനംതിട്ടയിൽ നിന്നും മടങ്ങുകയാണ്. ആ യാത്രയിലേക്കാണ് യാത്ര ഇവിടെ നിന്നും തുടങ്ങുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രപതി വാഹനത്തിലേക്ക് കയറിയ വാഹനം നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം കൂടെയുണ്ട്. ഒപ്പം വലിയ വാഹന വ്യൂഹമൊക്കെ തയ്യാറായിട്ടുണ്ട്. ബാക്കി അഗ്നിരക്ഷാ സേനയുടെയും അതോടൊപ്പം പോലീസിന്റെയും മറ്റ് കേന്ദ്രസേനയുടെയും ഒക്കെ തന്നെ അകമ്പടിയോട് കൂടിയിട്ടാണ്